13 വയസ്സ് വരെ കുട്ടികളെ ആരെങ്കിലും സംരക്ഷിക്കണം. അവരെ തനിച്ച് വിടാൻ പാടില്ല. അവരെ എപ്പോഴും അവരുടെ മേലൊരു കണ്ണ് വേണം. ഇങ്ങനൊരു നിയമം അമേരിക്കയിൽ വളരെ ശക്തമായിട്ടുണ്ട്. മിക്കവർക്കും നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ അത് എത്ര കണ്ട് ശാസ്ത്രീയമാണെന്ന് നമുക്ക് സന്ദേഹം തോന്നാറുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ 4-5 വയസ്സായി കഴിഞ്ഞാൽ പിള്ളേരെ സ്കൂളിലൊക്കെ തന്നെ വിടുന്ന ഒരു സമ്പ്രദായമാണ് നമ്മുടെ നാട്ടിലുള്ളത്. നമുക്കതിൽ പേടിയൊന്നും തോന്നാറില്ല. ആരെങ്കിലും പിള്ളേരെ പിടിച്ചുകൊണ്ട് പോകുന്നോ അങ്ങനെയുള്ള ഒരു പേടി, അല്ല അവർക്ക് എന്തെങ്കിലും ദ്രോഹം സംഭവിക്കുമെന്നോ ഉള്ള ഒരു പേടി നമ്മുടെ നാട്ടിലില്ല. നമ്മുടെ നാട്ടിൽ ആളുകൾ കൂടുതൽ ഉള്ളതുകൊണ്ടാകാം ഒരുപക്ഷെ. എന്ന് മാത്രമല്ല, നമ്മുടെ ഗ്രാമങ്ങളിലും മറ്റുമൊക്കെ എല്ലാവരും പരസ്പരം പരിചയമുള്ളവരാണ്. അപ്പോൾ അവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ശ്രദ്ധ കുട്ടികളുടെ കാര്യത്തിൽ കാണിക്കുമെന്നുള്ളതും വസ്തുതയാണ്. പക്ഷേ അമേരിക്കയിൽ ഈ 13 വയസ്സെന്ന് പറയുന്നത് അത് ഇത്തിരി കട്ടിയല്ലോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഈ ഒരു 10 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് കുട്ടികൾ അവരെ ഒരു 6-7 വയസ്സാകുമ്പോഴൊക്കെ തന്നെ അവരെ സ്വതന്ത്രമായിട്ട് വിടണ്ടേ? എന്നാലല്ലേ അവർക്ക് സ്വന്തമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വവും സ്വന്തമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ഉള്ളൊരു കഴിവ് ഉണ്ടാവുകയുള്ളൂ. അവരുടെ ആ കഴിവ് വികസിക്കണമെങ്കിൽ എപ്പോഴും ആളുകൾ കാരണവന്മാർ വാച്ച് ചെയ്ത് ഒരു തരം സ്പൂൺ ഫീഡിങ് പോലെ ആയിക്കഴിഞ്ഞാൽ അവരുടെ സ്വയമേവയുള്ള കഴിവ് നഷ്ടപ്പെടാനല്ലേ സാധ്യതയെന്ന് ആണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഈയിടയ്ക്ക് പല സ്റ്റേറ്റുകളിൽ ഇപ്പോൾ ഈയിടയ്ക്ക് ഒരു വാർത്ത കണ്ടതാണ്. ഒരു കുട്ടി 6-7 വയസ്സുള്ള കുട്ടി ഒരു കളിക്കളത്തിൽ ഒരു കിലോമീറ്ററോ അപ്പുറത്തൊക്കെ ഉള്ള ഒരു കളിക്കളത്തിൽ പോയി കളിച്ചിട്ട് വരുന്നു. അപ്പോൾ കാറിൽ വരുന്ന ഒരു സ്ത്രീ കണ്ട് ആ കാർ നിർത്തി ചോദിക്കുന്നു കുട്ടിയോട് എവിടെ പോയതാ, എങ്ങനെയാണ്, വീട് ഏതാ, മറ്റാ പറിച്ച. അപ്പോൾ കുട്ടിക്ക് അങ്ങ് പേടിയായി. കാര്യമായിട്ടൊന്നും മിണ്ടാതെ കുട്ടി വീട്ടിലേക്ക് ഓടിപ്പോന്നു. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് വീട്ടിലെ അപ്പനും അമ്മയ്ക്കും നോട്ടീസ് വന്നു. ഈ സർക്കാരിൻ്റെ നിങ്ങളുടെ കുട്ടിയെ ഒറ്റയ്ക്ക് വിട്ടിരിക്കുന്നു, അത് ഭയങ്കര കുറ്റമായിരിക്കുന്നു എന്നുള്ള രീതിയിൽ. അപ്പോൾ അവർ പറയുന്നത് ഈ കുട്ടിയെ അവരറിഞ്ഞുകൊണ്ട് തന്നെയാണ് വിട്ടത്. കളിക്കളത്തിൽ പോയി കളിച്ച് അവന് നടന്നു വന്നോട്ടെ, അല്ലെങ്കിൽ അടുത്തൊരു കടയിൽ പോയി സാധനം മേടിച്ചുകൊണ്ട് വന്നോട്ടെ, അത് അറിഞ്ഞുകൊണ്ട് അങ്ങനെയാണ് ഉത്തരവാദിത്വം വരേണ്ടത് എന്നാണ് അവർ വാദിച്ചത്. എന്തായാലും അത് കേസും മുക്കാറുമായി. ഒടുവിൽ കോടതി ഇവർക്ക് അനുകൂലമായിട്ട് വിധിക്കുകയാണ് ചെയ്തത്. എന്ന് മാത്രമല്ല, ഇപ്പം പല സ്റ്റേറ്റുകളിലും ഈ നിയമത്തിന് വലിയ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. കുറച്ചെല്ലാം അയവ് വരുത്തിയിട്ടുണ്ട്. ഈ കർശനമായിട്ട് 13 വയസ്സ് വരെ നമ്മൾ ഈ കുട്ടികളെ എപ്പോഴും സദാസമയം സൂക്ഷിച്ചുകൊണ്ട്, ഇപ്പോൾ വീടിൻ്റെ പുറത്ത് കളിക്കുകയാണെങ്കിൽ കൂടി നമ്മൾ സൂക്ഷിച്ചുകൊണ്ടിരിക്കണം, അവരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞാൽ, അപ്പോൾ അതിനെല്ലാം ഒരു മയപ്പെടുത്തുന്ന രീതിയിൽ പല സ്റ്റേറ്റുകളിലും, ഏതൊക്കെ സ്റ്റേറ്റുകളിലുണ്ടെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടെ, ജോർജിയ അങ്ങനെയുള്ള പല സ്റ്റേറ്റുകളിലും പുതിയ നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. ഈ 13 വയസ്സെന്നുള്ളത് നിലനിൽക്കും, പക്ഷേ ആ നിയന്ത്രണങ്ങളിൽ അയവ് വന്നു. അപ്പം കാരണവന്മാർ ഇപ്പം ഈ അടുത്തുള്ള ഒരു കടയിൽ പോയി സാധനം മേടിച്ചുകൊണ്ട് വന്നാൽ ഒറ്റയ്ക്ക് പോയി വന്നു കഴിഞ്ഞാൽ അതൊരു കുറ്റകൃത്യം ഒന്നുമല്ല. കാരണവന്മാരുടെ പേരൻസിൻ്റെ ഒരു അനാസ്ഥ അവിടെ കാണുന്നില്ല. അതുപോലെ തന്നെ കുട്ടികൾ സ്വയം പഠിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ 13 വയസ്സെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പെൺകുട്ടികളൊക്കെയാണ് ഏകദേശം പ്രായപൂർത്തിയാകുന്ന ഒരു പ്രായമായി തീർന്നു. അപ്പോൾ അത്രയും കാലം ഇവരെ ഈ പേരൻസ് സദാസമയം ഇവരെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കണമെന്ന് പറയുമ്പോൾ അതിലൊരു അസാംഗത്യം കാണുന്നു. അപ്പോൾ അതിൽ ഈ അമേരിക്കയിലൊക്കെ കുട്ടികളെ കൂടുതലായിട്ട് ഉപദ്രവിക്കുന്നു, അതുപോലെ തന്നെ ദുരുപയോഗം ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ഉണ്ടായിരിക്കും ഈ നിയമം ഇത്ര കടുകെട്ടിയായിട്ട് നിൽക്കുന്നതെന്ന് തോന്നുന്നു. എന്തായാലും ഇതിനൊരു മാറ്റം പല സ്റ്റേറ്റുകളിലും വരുന്നത്, അതിന് അയവ് വരുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അങ്ങനെ വേണം. എന്നാലേ കുട്ടികൾക്ക് സ്വയം കാര്യങ്ങൾ ചെയ്യാനുള്ള ആത്മവിശ്വാസം ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ കാര്യം. നമുക്കറിയാം, 8-10 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് കാര്യങ്ങൾ ഏകദേശം അറിയാം. ഇപ്പോൾ 10-13 വയസ്സാകുമ്പോഴത്തേക്ക് നമ്മളൊരു 8ാം ക്ലാസ്സിലായിരിക്കും പഠിക്കുന്നത്. 8, 5, 13, 5 വയസ്സിൽ ചേർന്ന് കഴിഞ്ഞാൽ 8ാം ക്ലാസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഒരുവിധം മെച്യൂറായി എന്ന് തന്നെ പറയാം. 8ാം ക്ലാസ്സിലെത്തുന്ന ഒരു കുട്ടി 7-8 എത്തുമ്പോഴത്തേക്കും. അപ്പോൾ എന്തായാലും ഇങ്ങനൊരു ഇവിടെ കിടപ്പുണ്ട്. ഇവിടെയാണെങ്കിൽ ഈ കുട്ടികളെ നോക്കാനായിട്ട് ആളുകളൊക്കെ ക്ഷാമം ഉള്ള സ്ഥലമാണ് അമേരിക്ക. നേരെ മറിച്ച് നമ്മുടെ നാട്ടിലൊക്കെയാണ് 13 വയസ്സ് വരെ കുട്ടികളെ നോക്കണമെന്ന് പറഞ്ഞാൽ അതിന് ആരെങ്കിലും ഏർപ്പെടുത്താനെങ്കിലും പറ്റും. ഇവിടെ അതും പറ്റില്ല. ഈ ആളുകളെ അങ്ങനെ ഈ ബേബി സിറ്റിങ്ങിനായിട്ട് ആളെ കിട്ടില്ല. കിട്ടിയാൽ തന്നെ അതിന് വലിയ പൈസ കൊടുക്കേണ്ടിയും വരും. അപ്പോൾ പലപ്പോഴും ഇതിൻ്റെ മറ്റൊരു വശമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് ചില കേസുകളാണ്. ഈ മാതാപിതാക്കൾ ഈ മക്കളെ കാറിലിരുത്തിയിട്ട് ഈ സാധനം വാങ്ങാനായിട്ട് സൂപ്പർ മാർക്കറ്റിലോ വല്ല സാധനം വാങ്ങാനായിട്ട് പോകും. അപ്പോൾ ഈ കുട്ടികളെ ഇങ്ങനെ കാറിലിരിക്കുന്ന കണ്ടിട്ട് ആരെങ്കിലും വിളിക്കും, പോലീസ് വരും, മാതാപിതാക്കളെ അറസ്റ്റ് ചെയ്യും. മിക്കപ്പോഴും മാതാവിനെ
എന്നല്ല ഇങ്ങനെ കുട്ടികളെ കാറിൽ വെച്ചിട്ട് ജോലിക്ക് പോകുന്ന ചിലർ. ഈയിടയ്ക്ക് തന്നെ അതിൻ്റെ ഒരു ദുഃഖകരമായൊരു സംഭവം കണ്ടത്, ആ, കാറിൽ കുട്ടിയെ ഇരുത്തിയിട്ട് ഇവർ ജോലിക്കങ്ങ് പോയി. അപ്പം കാറിൽ പുറകിൽ കുട്ടി ഉണ്ടായിരുന്നുള്ള കാര്യം അവരങ്ങ് മറന്നുപോയി. അപ്പോൾ തിരിച്ച് ഉച്ചകഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഉച്ചകഴിഞ്ഞ് ആരോ കാണുമ്പോഴത്തേക്ക് ആ കുട്ടി മരിച്ചിരിക്കുന്നു ചൂടിൽ, കാറിലെ ചൂടിൽ. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഈ പലപ്പോഴും ഈ പിന്നെ മറ്റൊരു മാർഗവുമില്ല, കുട്ടിയെയും കൊണ്ട് ഇങ്ങനെ കാറിൽ കൊണ്ടുപോവുകയല്ലാതെ വേറൊരു മാർഗമില്ലാത്ത ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ആ കുട്ടിയെ കൊണ്ട് ഇങ്ങനെ പിന്നെ ജോലിക്ക് പോവുക, അല്ലെങ്കിൽ കടകളിലൊക്കെ പോവുക, എന്നിട്ട് കുട്ടിയെ അവിടെ ഇട്ടിട്ട് കാറിലിട്ടിട്ട് തനിയെ ഇട്ടിട്ട് വിട്ടിട്ട് പോവുക. അങ്ങനെയൊക്കെയുള്ള ഹൃദയഭേദകമായ കാര്യങ്ങൾ പലപ്പോഴും നടക്കാറുമുണ്ട്. അപ്പോൾ അതിൽ ഈ മറ്റാരും നോക്കാനില്ലാതെ ഈ അമ്മമാർ തന്നെ കുട്ടിയെ വിട്ടേച്ച് പോകുന്ന, ഒറ്റയ്ക്ക് വിടേണ്ട ഒരവസ്ഥ, അതും എത്രയോ ഖേദകരമായ ഒരു കാര്യമാണ്. അവർ മനഃപൂർവ്വം അല്ല, അവർ ജീവിക്കാൻ, അവർ പിന്നെ പണിയെടുത്തില്ലെങ്കിൽ പിന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പോൾ അതുകൊണ്ടാണ് അവരങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ സർക്കാരൊക്കെ കുറച്ചുകൂടെ ഈ ഇങ്ങനെയുള്ള സിംഗിൾ മോംസ് അങ്ങനെയുള്ളവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങളും സഹായങ്ങളും എത്തിക്കാനുള്ള ഒരു ബാധ്യത സമൂഹത്തിനും സർക്കാരിനും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് തർക്കമില്ലാത്തൊരു കാര്യം.